ഹായ്, കുട്ടികളിലുണ്ടാകുന്ന പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ബുദ്ധിമുട്ടിനെയാണ് പൊതുവെ നമ്മൾ ലേണിംഗ് ഡിസേബിലിറ്റി എന്ന് പറയുന്നത്. ലേണിംഗ് ഡിസേബിലിറ്റി പ്രധാനമായും 3 ടൈപ്പാണ് ഉള്ളത്: ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ. ആദ്യം നമുക്ക് ഡിസ്ലെക്സിയ എന്താണെന്ന് നോക്കാം. കുട്ടികളിലുണ്ടാകുന്ന വായിക്കാനുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. വായിക്കുമ്പോൾ ഫോണ്ട് മനസ്സിലാകാതെ വരുന്നതും അപ്പർ കേസും ലോവർ കേസും തമ്മിലുള്ള കൺഫ്യൂഷൻസ്, വായിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ നമുക്ക് ഡിസ്ലെക്സിയയിൽ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഡിസ്ഗ്രാഫിയ എന്താണെന്ന് നോക്കാം. കുട്ടികളിലുണ്ടാകുന്ന എഴുതാനുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. അതായത് പുവർ സ്പെല്ലിംഗ്, പുവർ ഹാൻഡ് റൈറ്റിംഗ്, വേർഡ്സ് എവിടെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലുള്ള കൺഫ്യൂഷൻ, ഇതൊക്കെ നമുക്ക് ഡിസ്ഗ്രാഫിയയിൽ കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ കുട്ടികൾ ലെറ്റേഴ്സ് തിരിച്ചെഴുതുന്നതിനും ലെറ്റേഴ്സ് വേർഡ്സിൽ ക്രമം തെറ്റിച്ചെഴുതുന്നതിനും ഇറഗുലർ സ്പേസ് ഉണ്ടാകുന്നതിനുമൊക്കെ കാരണങ്ങളാകാറുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഡിസ്കാൽക്കുലിയ എന്താണെന്ന് നോക്കാം. നമ്പറുകൾ മനസ്സിലാക്കാനുള്ള പ്രയാസം കൊണ്ട് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിൽ ഉണ്ടാകുന്ന കൺഫ്യൂഷനെയാണ് നമ്മൾ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ലേണിംഗ് ഡിസേബിലിറ്റിയെ കുറിച്ച് ഒരു ജനറൽ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലുമോ ഈ രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉടനെ തന്നെ സ്പീഷോറിനെ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.